ഫ്രണ്ട്സ്, ഇതൊരു ആലപ്പുഴ വണ്ടിയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലൊരു ഇത്രയും മഞ്ഞ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് എടുക്കാം. ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ജസ്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഓട്ടോ തന്നെയാണ്. ഇപ്പോൾ റെക്സിൻ വർക്ക് ഏകദേശം ഒരു 90% കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കണ്ടു ഇവിടുത്തെ റെക്സിൻ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ സീറ്റ് മാത്രമേ ഉള്ളൂ, ഈ ഒരു മോൾഡിങ് സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബമ്പറും കാര്യങ്ങളും പിന്നെ മൾഗാർഡ് അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കിൽ ഈ ഒരു സീറ്റ് കവറും മാത്രം, പിന്നെ അപ്പോഴത്തെ അകത്തൊരു റെഡും ബ്ലാക്കും ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ മേലിലേക്കാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസൈൻ വർക്ക് തന്നെയാണ്. പക്ഷേ ഇത് ഒരു ആലപ്പുഴ വണ്ടിയാണ്. അപ്പോൾ ആലപ്പുഴ രജിസ്റ്റർ ടൗണിൽ കിടന്ന് ഓടുന്നത്. അതാണ് നമുക്ക് ഈ ഒരു മഞ്ഞയിൽ ഇച്ചിരി റെഡ് കൂടുതലായിട്ട് കിടക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് ഒരു റെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു സൈഡിലാണെങ്കിലും നമുക്ക് ഈ ഒരു സാധനം വെക്കാനുണ്ട്. അപ്പോൾ അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ റെക്സിൻ വർക്കും സീറ്റ് വർക്കും മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ള വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു അവസ്ഥയിലാണ് വണ്ടിയുടെ അവസ്ഥ. നമുക്ക് ജസ്റ്റ് കൂടി നമുക്ക് ആ ഫ്രണ്ടിൽ ആ ഒരു ഏരിയ കൂടി വെക്കണമെന്ന് നോക്കാം. പിന്നെ ബാക്കിൽ സീറ്റ് കൂടി വെക്കാനുണ്ട്. ബജാജിൻ്റെ ഓട്ടോ ഇല്ല, സാധാരണ ഒരു 95-96 മോഡൽ ചെയ്യാനാണ് ഇതിൻ്റെ ആഗ്രഹം. ഈ ഒരു കുഞ്ഞ് ടൈപ്പ് ബജാജിൻ്റെ ഒരു വണ്ടിയുടെ റെക്സിൻ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇത് നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ മറ്റുള്ള വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നോർമലായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു റെക്സിൻ വർക്കും സീറ്റ് വർക്കും. ഇതിന് മുമ്പുള്ള കുറച്ച് 2-3 വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇട്ടേക്കാം. ജസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ കടയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പഴയ ഒരു ഓട്ടോയുടെ റെക്സിൻ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചെയ്യുന്നത് കേട്ടോ. സെറ്റായിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ വെച്ചാൽ മാത്രമേ ബാക്കിൽ സീറ്റ് ഓക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ ആ ഒരു മോൾഡിങ് തരുന്നൊരു സംഭവം കൂടി വരും. അതിപ്പോൾ ഉടനെ കഴിയും കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ചമ്പക്കാട് സർവീസ് സീറ്റ് കയറും മറ്റുള്ള വർക്കും കാര്യങ്ങളും. ഈ നമ്പർ തന്നെ നോട്ട് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ സീറ്റും കാര്യങ്ങളും. ഇതിപ്പോൾ നമ്മൾ വരച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്യുമല്ലേ? ചെയ്യാൻ പറ്റുള്ളൂ.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ ഒരു മോൾഡിംഗ് ഇല്ലേ, ആ ഒരു ഡിസൈൻ പാർട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഗ്ലാസ് വെക്കണമെങ്കിൽ മാത്രമേ നമുക്കിത് വലിച്ച് അടിക്കുന്നത് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഗ്ലാസ് വെക്കുന്ന ആൾ വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് മാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ മൊത്തത്തിൽ വീഡിയോ നമുക്ക് ഇനി കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് സീറ്റ് കൂടി എടുത്ത് വെക്കുന്നതും കാണാം. പിന്നെ സൈഡിലൊരു ഹാൻഡ് റെസ്റ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതും കൂടി നമുക്ക് വെക്കുന്നത് നോക്കാം. അപ്പോൾ സീറ്റ് അല്ല ഈ ഗ്ലാസ് വെക്കുന്നത് നോക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ കുറച്ച് ഒരു വൈകുന്നേരം കറങ്ങി വരുവാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ച് വിഷ്വൽ കൂടി കാണിച്ചു തരാം.